അങ്ങനെ ഫൈനലി ഷിഞ്ചിതയുടെ പേരിൽ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളിക്കാരി ഒളിവിൽ പോയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. പുള്ളിക്കാരി കുറെ വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരുടെ ഭാഗത്ത് എന്തോ ന്യായം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പുള്ളിക്കാരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യണം, അല്ലേ? പക്ഷെ പുള്ളിക്കാരി മുങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷിഞ്ചിതയുടെ പേരിൽ എന്തോരം തെറ്റുകളുണ്ട്. പുള്ളിക്കാരി മനഃപൂർവ്വം ചെയ്തതിന്റെ ഒരു പേടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പുള്ളിക്കാരി അവിടെ പോയിരിക്കും. ചിലവർ പറയുന്നുണ്ട് പുള്ളിക്കാരി ഗൾഫിൽ പോകുന്നുണ്ടെന്ന് ചില മീഡിയാസ് പറയുന്നുണ്ട്. പുള്ളിക്കാരി മുങ്ങി നാട് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പോകാൻ ഒരിക്കലും വഴിയില്ല. അത് അങ്ങനെ ഒരു ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആയിരിക്കും. പുള്ളിക്കാരിനെ തെരയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും. പുള്ളിക്കാരി കേരളത്തിൽ തന്നെ കാണും, പക്ഷെ മുങ്ങിയിരിക്കും. ഇങ്ങനെ ഷിഞ്ചിതനെ തെറി പറഞ്ഞ് കുറെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസും കുറെ പേര് അവളെ എതിർത്ത് സംസാരിച്ചും കുറെ പുള്ളിക്കാരോട് കാണിച്ച ഉടായ്പിനെ കുറിച്ചൊക്കെ കുറെ വീഡിയോസ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഇനിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അജയ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ഇങ്ങനത്തെ ഭയങ്കര കുറച്ച് കോൺട്രവേഴ്സ്യൽ കണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേര് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയില് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ചപ്പക്കുറ്റിക്ക് 2 എണ്ണം കൊടുക്കാൻ തോന്നും. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ പെണ്ണുങ്ങള് ആണുങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന പോലത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യണം പോലും. ഇമാതിരി, അതായത് ഒരു ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഇതുപോലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉടായ്പ കാണിച്ച് വീഡിയോ എടുക്കുക, റീച്ച് കിട്ടാൻ വേണ്ടി റീൽസ് എടുത്ത് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എതിർത്ത് സംസാരിക്കാം. പക്ഷേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് അടുത്ത ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇനിയൊരുത്തൻ. അതായത് ഷിഞ്ചിത എങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തോ അതേപോലെ ഇവനും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു പോയ ഒരു സംഭവമാണ്. ഇപ്പോ ഇവന്റെ പേരിലും പോലീസ് കേസെടുത്ത് ഇവനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അഡിക്റ്റ് ആയിരിക്കുമെന്ന് ആൾക്കാർ റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കോൺട്രവേഴ്സ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി അതിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേ, എന്തെങ്കിലും കാണിച്ചു കൂട്ടുകയോ ചെയ്യും. അവസാനം കിടന്ന് ഓടേണ്ടി വരും. അത് തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ കേരളത്തിലെ എപ്പോഴും പെൺകുട്ടികൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ് മിക്ക ന്യൂസ് ചാനൽസും. സോ എന്ത് സംഭവം പെൺകുട്ടിയുടെ സൈഡിൽ തെറ്റുണ്ടായാൽ പോലും അതങ്ങനെ എന്താ പറയുക പബ്ലിക്കായിട്ട് പറയത്തുമില്ല. എന്തൊരു വിഷയം വന്നാലും പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ ന്യൂസ് ചാനൽസും ഈ ഡിബേറ്റ് വെക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. പക്ഷെ ഇന്നലെ ഞാൻ 24 ന്യൂസ് ചാനൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയായ ഒരു കാര്യമാണ്. ഇന്നലത്തെ ദിവസം അവരൊരു ഡിബേറ്റ് വെച്ചിരുന്നു ഈ ഷിഞ്ചിതയുടെ കാര്യത്തില്. ഇതില് അവര് പൂർണ്ണമായിട്ടും ആ ദീപകിന്റെ ഒപ്പം നിന്ന് അവർ ആ ഡിബേറ്റ് വെച്ചിരുന്നു. അതിൽ എതിരായിട്ട് ഒരാളെയും അവർ ഉൾപ്പെടുത്തിയില്ല ആ ഡിബേറ്റിനകത്ത്. സോ അത് വളരെ ഒരു നല്ല ഒരു കാര്യമായിരുന്നു. സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുപോലെ നെഗറ്റീവ് ആണുങ്ങളുടെ പുറത്ത് നെഗറ്റീവ് അടിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു പാഠമായിട്ട് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിബേറ്റ് പോലെ എനിക്ക് തോന്നി. ഭയങ്കര സന്തോഷമായി. അതില് ഹാഷിം സംസാരിച്ച ഒരു 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 പോർഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വന്ന ഒരു ഇതുവരെ ഒരു മലയാളം ന്യൂസ് ചാനലിൽ തന്നെ ഇത്രയ്ക്കും ഒരു ഗൂസ് ബംസ് വന്ന ഒരു മൊമെന്റ്. ഈ ഹാഷിമിന്റെ ഈ സംസാരം ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു. സോ 24 ന്യൂസ് ഈ ഒരു ഡിബേറ്റ് അവരെ എടുത്തു വെച്ചിട്ട് ഈ ഹാഷിം സംസാരിച്ച രീതി ഇതെല്ലാം കൂടി ആ ഒരു ചാനലിന്റെ മൈലേജ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ 24 ചാനലിനെ പുകഴ്ത്തും. പക്ഷേ ബാക്കി ചില കാര്യങ്ങളിലൊക്കെ അവർ ഒരു പാർട്ടി ബേസ്ഡ് ഉള്ള കുറച്ച് ന്യൂസ് ആണ് എപ്പോഴും കൂടുതൽ അവർ പ്രദർശിപ്പിക്കുന്നത്. സോ അതിൽ എനിക്ക് അവരോട് കുറച്ച് എതിർപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നത്തോടു കൂടി ഈ ഒരു പരിപാടി നിൽക്കുമെന്നാ തോന്നുന്നത്. പെൺപിള്ളേർ ഇനി ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ ഇനി ഇതോടെ നിൽക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഫെമിനിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ ഇതുപോലെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും നല്ല രീതിയിൽ പെർവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ബസ്സിൽ ഉണ്ട്. നല്ല രീതിയിൽ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഉണ്ട് അതിനകത്ത്. ഭയങ്കര പാടാണ് ഈ പെൺകുട്ടികൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാനൊക്കെ. പക്ഷേ ഇപ്പൊ ഇതുപോലെ ഒന്നും ഇല്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാത്തിനും ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ആ വില പോയി. ഇപ്പൊ ശരിക്കും പെർവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആഘോഷിക്കുകയായിരിക്കും. കാരണം ഇനി ആരും ഇങ്ങനെ എടുക്കത്തില്ല. ശരിക്കും പറഞ്ഞ സത്യസന്ധമായിട്ട് വീഡിയോയും ഇങ്ങനത്തെ പോസ്റ്റും ഇടാതെ ഇതുപോലെ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചാൽ അപ്പൊ തന്നെ എടുത്ത് അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകോ ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ബ്ലാസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തിയുള്ള കാര്യം. ഇതുപോലെ പോസ്റ്റ് ഇട്ട് റീച്ച് കിട്ടി ഇതൊക്കെ വളരെ മോശമാണ്.